അത്തരത്തിലൊരു വിവരാവകാശ അപേക്ഷയുടെ ഒരു ചോദ്യം ഇതായിരുന്നു: കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഫാം വർക്കേഴ്സ് യൂണിയൻ CITU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലേബർ അസോസിയേഷൻ AITUC, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ INTUC എന്നീ തൊഴിലാളി വിഭാഗം സംഘടനകൾക്ക് സർവകലാശാല അംഗീകാരം നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഉത്തരവുകളുടെ പകർപ്പ് ലഭ്യമാക്കുക എന്നതായിരുന്നു. അതിൻ്റെ ഉപചോദ്യമായി ചോദിച്ചത്, നാളിതുവരെ മേൽ സംഘടനകളെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് വിളിക്കുകയോ ഉത്തരവുകളോ രേഖകളോ ഔദ്യോഗികമായി നൽകുകയോ ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു. ഇനി നമുക്ക് അതിന് ലഭിച്ച മറുപടി ഒന്ന് പരിശോധിക്കാം. പ്രസ്തുത മറുപടി ഈ സംഘടനകൾക്ക് അംഗീകാരം നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമല്ല എന്നാണ്. എന്നാൽ പ്രസ്തുത സംഘടനകളെയും ഔദ്യോഗിക ചർച്ചകൾക്ക് നേരിട്ട് ക്ഷണിക്കാറുണ്ട് എന്ന് വ്യക്തമാക്കി മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ഔദ്യോഗികമായി അംഗീകരിച്ച് രേഖകൾ ലഭ്യമല്ലാത്ത പ്രസ്തുത സംഘടനകളെയും ചർച്ചകൾക്ക് ക്ഷണിക്കാറുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ശേഷം ഈ മറുപടിക്ക് ഒന്നുകൂടി വ്യക്തത കൈവരുത്തുവാൻ വേണ്ടി അപ്പീൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. പ്രസ്തുത അപ്പീൽ അപേക്ഷയിൽ പ്രസ്തുത ചോദ്യങ്ങൾക്ക് രേഖകൾ ലഭ്യമല്ല എന്ന് ഉത്തരം നൽകിയതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെ ലഭ്യമല്ലാതായി, കാണാതായതാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ, നിയമപരമായി നശിപ്പിക്കപ്പെട്ടവയാണെങ്കിൽ ആയതിൻ്റെ തെളിവുകൾ, മറ്റെന്തെങ്കിലുമാണ് കാരണമെങ്കിൽ ആയത് എന്നിവ അറിയിക്കാനുള്ള നിയമപരമായ ബാധ്യത കൂടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിക്ഷിപ്തമാണ് എന്ന് വിവരാവകാശ നിയമം അനുശാസിക്കുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അപ്പീൽ. എല്ലാം അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് വളരെ വിശദമായ ഒരു അപ്പീൽ അപേക്ഷയാണ് സമർപ്പിച്ചത്. പ്രസ്തുത അപ്പീൽ അപേക്ഷയ്ക്ക് 5-6 അതിൽ 6ാമത്തെ ചോദ്യമായിരുന്നു നമ്മുടെ പ്രസക്തമായിട്ടുള്ള സംഘടനയുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട ചോദ്യം. പ്രസ്തുത ചോദ്യത്തിന് രേഖകൾ ലഭ്യമല്ല എന്നാണ് മറുപടി നൽകിയിട്ടുള്ളത്. അന്വേഷണത്തിൽ ഈ രേഖകൾ ലഭ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടി അതിൽ അപാകതയില്ല എന്ന് കണ്ട് അപ്പീൽ ആ അപേക്ഷ തീർപ്പാക്കുന്നു എന്ന് പ്രസ്തുത ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ട്. അതായത് വളരെ വ്യക്തമായി അപ്പീൽ കൊടുത്തതിന് ശേഷവും, അതായത് രേഖകൾ പൂഴ്ത്തിവെച്ച് വിവരങ്ങൾ കൈമാറുന്നത് അതീവ ഗുരുതരമായ കുറ്റമാണ് എന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്ത അപ്പീലിന് ശേഷവും ഇത്തരത്തിൽ തൊഴിലാളി വിഭാഗം സംഘടനകൾക്ക് അംഗീകാരം നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളിലൊന്നും തന്നെ വളരെ വിശദമായ അന്വേഷണത്തിന് ശേഷവും ലഭ്യമല്ല എന്ന് കൃത്യമായി വിവരാവകാശ നിയമപ്രകാരം സാക്ഷ്യപ്പെടുത്തി നൽകി ഉത്തരവായി നൽകിയിട്ടുണ്ട് സർവകലാശാലയുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ. ഇനി അടുത്തതായി നമുക്ക് പരിശോധിക്കേണ്ടത് കേരള കാർഷിക സർവകലാശാലയിലെ തൊഴിലാളി വിഭാഗം സംഘടനകൾ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഒരു സംഘടനയ്ക്ക് അംഗീകാരബന്ധം എന്ന് ആ ആക്ടിൽ പറയുന്നത് അനുസരിച്ച് റഫറണ്ടമാണ്. ആ റഫറണ്ടത്തിലൂടെ കേരള കാർഷിക സർവകലാശാലയിൽ അംഗീകാരം ഏതെങ്കിലും സംഘടനകൾക്ക് നൽകിയിട്ടുണ്ടോ എന്നും അവസാനമായി ഇവിടെ റഫറണ്ടം നടത്തിയത് എന്നാണ് എന്നും നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചത്. നമുക്കതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതോടൊപ്പം
വിവരങ്ങൾ അറിയുവാനായി ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. മേൽ സംഘടനകൾക്ക് അംഗീകാരം നൽകുന്നതിന് സ്വീകരിച്ചു വരുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാം? അതായത് തൊഴിലാളി വിഭാഗം സംഘടനകൾക്ക് അംഗീകാരം നൽകുന്നതിന് സ്വീകരിച്ചു വരുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്നുകൂടി നമുക്ക് അവയ്ക്ക് നൽകിയ മറുപടി ഒന്ന് പരിശോധിക്കാം. പ്രസ്തുത മറുപടിയിൽ പറയുന്നു, തിരച്ചിലുകൾ നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന്. അതായത് പ്രസ്തുത സംഘടനകൾക്ക് അംഗീകാരം നൽകാൻ റഫറൻഡം നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ്. ഒപ്പം ഈ സംഘടനകൾക്ക് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഒരു സംഘടനയ്ക്ക് അംഗീകാരം നൽകണമെങ്കിൽ അത് റഫറൻഡം വഴിയാണ്. ആ റഫറൻഡത്തിൻ്റെ കാലാവധി പരമാവധി 5 വർഷമാണ്. ഈ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത റഫറൻഡം നടക്കുന്നതുവരെ ഈ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനകളെ എല്ലാം ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലെല്ലാം പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. നമുക്ക് KSRTC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം റഫറൻഡം നടക്കാത്ത കാലഘട്ടത്തോളം ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ സംഘടനകളും ഇവിടെ നടക്കുന്ന ഔദ്യോഗികമായ പരിപാടികൾ, ചർച്ചകളിലൊക്കെ പങ്കെടുപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ചട്ടം അനുശാസിക്കുന്നത്. അടുത്തത്, ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഒരു അംഗീകൃത തൊഴിലാളി സംഘടന അല്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ കൃത്യമായി വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം ആ സംഘടന സജീവ സംഘടനയായി പരിഗണിക്കില്ല, നിർജീവമായ സംഘടനയായി മാത്രമേ അതിനെ പരിഗണിക്കൂ. ഇവിടെ കേരള കാർഷിക സർവകലാശാല ലേബർ അസോസിയേഷൻ എന്ന് പറയുന്ന AITUC അനുകൂല സംഘടന അവസാനമായി റിട്ടേൺ ഫയൽ ചെയ്തത് 27/7/2020 തീയതിയായി 2019 വാർഷിക റിട്ടേൺ ആണ് സമർപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അതായത് 2019 വരെ മാത്രമേ പ്രസ്തുത സംഘടന റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളൂ എന്ന് വിവരാവകാശം കൊടുത്ത അപേക്ഷയ്ക്ക് ആ സമയത്തെ സമയം വരെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചത് പ്രകാരം പ്രസ്തുത സംഘടന റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അവസാനമായി 2019 മാത്രമാണ്. പ്രസ്തുത സംഘടനയെ വരെ അങ്ങനെ നിർജീവമായ, നിയമപരമായി ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം നിർജീവമായ പ്രസ്തുത സംഘടനയെ വരെ ഈ സർവകലാശാല സജീവമായി ചർച്ചകളിലൊക്കെ പങ്കെടുപ്പിച്ച് വരികയാണ്. ഇത്തരത്തിലുള്ള അന്യായങ്ങളാണ് ഇവിടെ അരങ്ങേറി വരുന്നത്. വർക്കേഴ്സ് സംഘ് കൃത്യമായി കഴിഞ്ഞ വർഷത്തെ റിട്ടേണും ഫയൽ ചെയ്ത് സജീവമായ സംഘടനയായിട്ടാണ് നിൽക്കുന്നത്. 2013 ഈ മറുപടിക്ക് ആധാരമായിട്ടുള്ള വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നത്. അടുത്തതായി നമുക്ക് വീണ്ടും വിവരാവകാശ അപേക്ഷകളിലേക്ക് വരാം. ഈ കാണുന്ന വിവരാവകാശ അപേക്ഷ ഒന്നിലധികം പേർ, ഈ സമാന ചോദ്യങ്ങൾ ഒന്നിലധികം പേർ സർവകലാശാലയിൽ പല തവണയായി സമർപ്പിച്ചിട്ടുണ്ട്. ഒരാളല്ല, ഒന്നിലധികം പേർ. എന്നാൽ ഏറ്റവും വിചിത്രം എന്ന് പറയട്ടെ, ഈ പ്രസ്തുത അപേക്ഷയ്ക്ക് പലർക്കും പല ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒരേ ചോദ്യങ്ങൾക്ക് പലർക്കും പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് പ്രസ്തുത വിവരാവകാശ ചോദ്യങ്ങളും മറുപടികളും, അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളും നമുക്ക് ഇവിടെ കാണാം. അവയൊക്കെ ഒന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. ഇതിലെ ചോദ്യം വളരെ വ്യക്തമാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഫാം വർക്കേഴ്സ് യൂണിയൻ (CITU) അത്തരത്തിൽ എല്ലാ സംഘടനകളുടെയും പേര് പറഞ്ഞ് അത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡ് യൂണിയൻ്റെ പേര് ബ്രാക്കറ്റിൽ പറഞ്ഞ് വളരെ വ്യക്തമായ ചോദ്യം ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതിന് ലഭിച്ചിരിക്കുന്ന ഉത്തരം നമുക്ക് നോക്കൂ. ചോദ്യം വളരെ വ്യക്തമായിട്ടും കാർഷിക സർവകലാശാലയിലെ സംഘടനയുടെ പ്രവർത്തിക്കുന്ന CITU സംഘടനയുടെ പേര് വളരെ വ്യക്തമായി ചോദിച്ചിട്ടും ആ മറുപടി എന്ന് പറയുന്നത് ആ സംഘടനയുടെ പേര് പറയാതെ CITU എന്ന സംഘടനയ്ക്ക്, AITUC എന്ന സംഘടനയ്ക്ക്, INTUC എന്ന സംഘടനയ്ക്ക് ഈ ഓഫീസിൽ നിന്നും നാളിതുവരെ പ്രവർത്തനാനുമതിയോ അംഗീകാരമോ നൽകിയിട്ടില്ല എന്ന
തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഒപ്പം മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു, ചോദ്യം 4 അതിന് ഉത്തരം പറയുന്നത് ഒരു തൊഴിലാളി സംഘടനയ്ക്കും ഈ ഓഫീസിൽ നിന്നും പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാന ചോദ്യം മറ്റൊരു കേന്ദ്രത്തിൽ മറ്റൊരാൾ നൽകിയപ്പോൾ ലഭിച്ച മറുപടിയാണ് ഇത്. ഇനി സമാന ചോദ്യം മറ്റൊരു കേന്ദ്രത്തിൽ നൽകിയപ്പോൾ ലഭിച്ച മറുപടി കാണാം. ചോദ്യം വളരെ പ്രസക്തമാണ്. ഓരോ സംഘടനകളുടെയും പേരെടുത്ത് ചോദിച്ചതിന് ശേഷം സർവകലാശാലയോ അങ്ങയുടെ ഓഫീസോ അംഗീകാരമോ പ്രവർത്തനാനുമതിയോ നൽകിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഒരേ ചോദ്യം ഒന്നിലധികം പേർ ഒരേ കേന്ദ്രത്തിൽ നൽകിയപ്പോൾ ലഭിച്ച വ്യത്യസ്തമായ ഉത്തരം. ഈ ഉത്തരത്തിൽ വളരെ കൃത്യമായി വിവരാവകാശ നിയമം ചട്ടം എന്തു പറയുന്നു അത് കൃത്യമായി അനുസരിക്കും വിധം ഇല്ല 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 എന്ന് വളരെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അതായത് സർവകലാശാലയോ പ്രസ്തുത കേന്ദ്രമോ ഒരു സംഘടനകൾക്കും അംഗീകാരമോ പ്രവർത്തനാനുമതിയോ നൽകിയിട്ടില്ല എന്ന വളരെ വ്യക്തമായ ഉത്തരം. അതിവിദൂരത്തിലൊന്നുമല്ല, 6/2024 ഈ വർഷം. ഒരേ ചോദ്യത്തിന് മറ്റൊരു വ്യത്യസ്തമായ മറുപടി. ഇത്തരത്തിൽ ഒട്ടനവധി വിവരാവകാശ മറുപടികൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. സമയ പരിമിതി മൂലം നമുക്കെല്ലാം ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുമാണ്. ഇനി സമാന ചോദ്യങ്ങൾക്ക് ഏറ്റവും ഒടുവിലായി നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് സർവകലാശാലയുടെ ലേബർ ഓഫീസർ തന്നെ നൽകിയിരിക്കുന്ന മറുപടി പ്രസ്തുത ചോദ്യങ്ങൾക്ക് വിവരങ്ങൾ ഈ വിഭാഗത്തിൽ ലഭ്യമല്ല എന്നാണ്. എന്തായാലും ഈ വിഷയം നിലവിൽ ലൈവായി നിൽക്കുന്നുണ്ട്. അപ്പീൽ അധികാരിക്ക് അപ്പീൽ കൊടുത്ത് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അതോടൊപ്പം ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിവരാവകാശ ചട്ടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരേ ചോദ്യത്തിന് ഒന്നിലധികം പേർക്ക് വ്യത്യസ്ത തരത്തിൽ മറുപടി നൽകിയ ചട്ടവിരുദ്ധ നടപടി, അതോടൊപ്പം ആവശ്യപ്പെട്ട വിവരങ്ങൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് ലഭ്യമാക്കിയ മറുപടികൾ, ഇത്തരം വിഷയങ്ങളെയെല്ലാം വളരെ കൃത്യമായി നിയമപരമായി ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംഘടന സ്വീകരിക്കും എന്നത് തന്നെയാണ് സംഘടനയുടെ തീരുമാനം. ഇനി വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയ ജനറൽ കൗൺസിലിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. FRC മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ അവിടെയുള്ള തൊഴിലാളികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താം എന്നാണ്. തൊഴിലാളി പ്രതിനിധി എന്നാണ് കൃത്യമായി പറയുന്നത്. അവിടെ സംഘടനയുടെ വക്താക്കളെ ആരും ഉൾപ്പെടുത്തുന്ന വിഷയം പറഞ്ഞിട്ടില്ല. അതിൻ്റെ മുകൾ ഭാഗത്തുമൊക്കെ അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അത് ജനറൽ കൗൺസിൽ പ്രമേയമായിട്ട് അല്ലെങ്കിൽ ചോദ്യം മുഖേന അന്നത്തെ മെമ്പർ ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൊടുത്ത മറുപടിയായിട്ടാണ് അത് കാണുന്നത്. ഇതിനുശേഷം ഒരു ഉത്തരവൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവിലൊക്കെ ഈ ജനറൽ കൗൺസിൽ മീറ്റിങ്ങിൻ്റെ സൂചനയായിട്ട് പറഞ്ഞ് കാണുന്നില്ല. അടുത്തതായി സർവകലാശാലയുടെ പേരിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഈ രേഖ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് വെള്ളായണി ക്യാമ്പസിലെ സംയുക്ത മുന്നണികൾ പ്രചരിപ്പിച്ച സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഒരു രേഖയാണ്. ഇത് അവരുടെ പക്ഷം കിട്ടിയത് എങ്ങനെയെന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അപ്പോൾ ഈ രേഖയെ സംബന്ധിച്ചിടത്തോളം, കാരണം അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതൊരു സർവകലാശാലയുടെ ഉള്ളിൽ രജിസ്ട്രാറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു കേന്ദ്ര മേധാവിയുമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ആശയവിനിമയമാണ്. ഈ ആശയവിനിമയത്തിൻ്റെ രേഖ എങ്ങനെയാണ് പുറത്തായത് എന്നുള്ളത് ബന്ധപ്പെട്ടവർ അറിയിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ഈ രേഖ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംയുക്ത മുന്നണികൾ പ്രചരിപ്പിക്കുന്നത് അവർ മാത്രമാണ് സർവകലാശാലയിൽ അംഗീകൃത സംഘടനകൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ഞങ്ങൾക്കുള്ള ചില സംശയങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്.
എന്താണെങ്കിലും ഈ ഉത്തരവെന്നോ ഇല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടെന്നോ സർക്കുലറെന്നോ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സർവകലാശാലയുടെ പേരിൽ ഇറക്കിയിരിക്കുന്ന ഒരു രേഖയാണ്. അപ്പോൾ ഈ രേഖയുടെ വിഷയം എന്ന് പറയുന്നത് KAU തൊഴിൽ അംഗീകൃത തൊഴിലാളി സംഘടനകളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് എന്നാണ്. അപ്പോൾ സൂചന എന്ന് പറയുന്നത് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവിയുടെ കത്ത്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി ലഭ്യമാക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നു, മേൽ വിഷയത്തിലേക്കും സൂചനയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന അംഗീകൃത തൊഴിലാളി സംഘടനകളുടെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3 സംഘടനയുടെ പേര് പറയും. അപ്പോൾ ഞങ്ങളുടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ചട്ടപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള സർക്കാരിൻ്റെ ഉത്തരവുകളും മറ്റ് കാര്യങ്ങളും അതിൻ്റെ പ്രമാണങ്ങളൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം അതിനൊരു പൂർണ്ണത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന എന്ന് പറയുന്നു. അപ്പോൾ ആ കാലങ്ങൾ എന്ന് മുതലാണ് എന്ന് ഇവിടെ യാതൊരുവിധ പരാമർശവും ഭാഗത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ അംഗീകൃത തൊഴിലാളി സംഘടനകളുടെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ അംഗീകൃത തൊഴിലാളി സംഘടനകൾ എങ്ങനെയാണ് അംഗീകൃത തൊഴിലാളി സംഘടനകളായത് എന്നതുകൂടി കൃത്യമായി പ്രതിപാദിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് ഒരു ആധികാരികമായ രേഖയാകുന്നുള്ളൂ. ഇത് ഒരു ആധികാരിക രേഖ ഒരു കാരണവശാലും ചട്ടങ്ങൾ പ്രകാരം ഞങ്ങളുടെ അറിവിൽ ഇതാകുന്നില്ല. ഇനി അത്തരത്തിൽ ആണ് എന്നുണ്ടെങ്കിൽ അത് അധികൃതർ അത്തരത്തിൽ അത് പറയട്ടെ. എന്താണെങ്കിലും ഞങ്ങൾ ഈ വിഷയത്തിൻ്റെ ആധികാരികത നിയമപരമായി ചോദ്യം ചെയ്യാൻ തന്നെ തയ്യാറായാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി സംഘടന ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അപ്പോൾ തൊഴിലാളി സംഘടനകൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഉള്ള ഒരു സംഘടനയ്ക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ അത് റഫറണ്ടത്തിലൂടെ മാത്രമേ സാധിക്കൂ. റഫറണ്ടത്തിലൂടെ മാത്രമാണ് അത്തരം തൊഴിലാളി സംഘടനകൾക്ക് അംഗീകാരം നൽകേണ്ടത് എന്ന് നേരത്തെ പരാമർശിച്ചതുപോലെ ചട്ടത്തിൽ കൃത്യമായി ട്രേഡ് യൂണിയൻ ആക്ടിൽ പറയുന്നു. അപ്പോൾ അത്തരം റഫറണ്ടത്തിലൂടെ അംഗീകാരം ലഭിക്കുമ്പോൾ ആ അംഗീകാരം എന്ന് പറയുന്നത് നിശ്ചിത ഒരു കാലഘട്ടത്തേക്ക് മാത്രമാണ്. അത് പരമാവധി 5 വർഷം. അങ്ങനെ നോക്കിയാൽ പോലും ഈ സർവകലാശാലയിൽ എത്ര വർഷം ആയി ഒരു റഫറണ്ടം നടന്നിട്ടുള്ളത്, തൊഴിലാളി വിഭാഗത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിന് കൃത്യമായ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം രേഖകൾ പരാമർശിക്കുന്നത് പ്രകാരം ഇവിടെ തൊഴിലാളി സംഘടനകൾക്ക് അംഗീകാരം നൽകുന്നതിനായി റഫറണ്ടമേ നടത്തിയിട്ടില്ല, അത്തരം രേഖകൾ ലഭ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം പരാമർശങ്ങൾ കൊണ്ടൊന്നും ഒരു അംഗീകൃത തൊഴിലാളി സംഘടനകൾ ആകുന്നില്ല നിയമപരമായി. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ ആധികാരികത തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സർവകലാശാലയിൽ തൊഴിലാളി വിഭാഗം സംഘടനകൾക്ക് അംഗീകാരം നൽകാൻ ഉടൻ റഫറണ്ടം നടത്തുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം രേഖകൾ സർവകലാശാല അധികൃതർ ആധികാരികമായി ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് പൂഴ്ത്തിവെക്കപ്പെട്ട രേഖയായി മാറുകയാണ്. അത്തരം വിഷയങ്ങളൊക്കെ അധികാരികൾ കൃത്യമായി പ്രതിപാദിക്കട്ടെ, വിശദമാക്കട്ടെ. ഒപ്പം ഇനിയുമുണ്ട് അനവധി രേഖകൾ. അത്തരം രേഖകളുടെ വിശദാംശങ്ങളുമൊക്കെയായി ഞങ്ങൾ തീർച്ചയായും ഈ സമൂഹത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കും, യാതൊരു സംശയവുമില്ല. ഇനിയും സംഘടനയുടെ വിവിധ സംഘങ്ങളുടെ സമ്മേളനങ്ങളും ഒക്കെ നടക്കാനുണ്ട്. അതൊക്കെ കൃത്യമായി സംഘടന തീരുമാനിച്ച വ്യവസ്ഥ എങ്ങനെയാണോ അതേപടി തന്നെ നടക്കും. അവിടെയൊക്കെ നിങ്ങൾ സംയുക്ത ഇന്ത്യ മുന്നണികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് വന്ന് ഒന്ന് കൂവിയാലോ ഒച്ച വെച്ചാലോ ഒന്നും ഒരനക്കം പോലും തട്ടുന്ന പ്രസ്ഥാനമല്ല കേരള കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് സംഘ് എന്ന ഭാരതീയ മസ്ദൂർ സംഘിൻ്റെ പ്രസ്ഥാനം. അപ്പോൾ അത്തരത്തിലുള്ളത് നിങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ സുസ്വാഗതം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ തീർച്ചയായും നിങ്ങൾ കടന്നു വരണം. ഞങ്ങൾ 1-2 മാസം കൊണ്ടൊക്കെ കഷ്ടപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്ന
ഒരു പേരും പ്രശസ്തിയുമൊക്കെ നിങ്ങളുടെ ഒറ്റ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളത് നേടിത്തരുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോട് കൃതാർത്ഥരാണ്. വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ കടന്നു വരണം. ഒപ്പം ഇത് തൊഴിലാളികളുടെ ജീവിതഗന്ധിയായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നിങ്ങൾ അതിലോട്ടൊന്നും ഒരു കാരണവശാലും തിരിഞ്ഞു പോലും നോക്കരുത്. ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇന്ത്യ മുന്നണി സഖ്യം രൂപീകരിച്ച് ഭാരതീയ മസ്ദൂർ സംഘിൻ്റെ പ്രസ്ഥാനത്തെ ഇവിടെ കടന്നു വരാതിരിക്കാൻ നിങ്ങൾ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുക, കൊണ്ട് കൂവി തോൽപ്പിക്കുക. എന്താണെങ്കിലും ഞങ്ങൾ തൊഴിലാളികൾക്കൊപ്പമാണ്. അവരുടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് വരും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ സമ്മേളന സന്ദേശം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് കൂടി ഇവിടെ അറിയുവാൻ, എന്താണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്നതുകൂടി ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ സ്ഥാപനം, ഒരേ ജീവനക്കാർ, ഒരേ നീതി എന്നതാണ്. കാർഷിക സർവകലാശാലയിലെ തൊഴിലാളി വിഭാഗം ജീവനക്കാർ നേരിടുന്ന ഒരു കടുത്ത അനീതിയാണ് ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ഈ പ്രാവശ്യത്തെ സമ്മേളന സന്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കൃത്യമായ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഞങ്ങളുടെ ത്വരയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ ഇത്തരത്തിലുള്ള കുശുമ്പും കുന്നായ്മയൊക്കെയായി മുന്നോട്ട് പോവുക. നല്ല നമസ്കാരം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു അംഗീകൃത സംഘടന എന്ന നിലയിൽ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം പരിപൂർണമായി ഇവിടെ പ്രവർത്തിക്കുവാനുള്ള എല്ലാവിധ നിയമപരമായ അവകാശവും നിയമപരമായിട്ടുള്ള അംഗീകാരവും ഞങ്ങൾക്കുണ്ട്. ബാക്കി ഞങ്ങൾ പറയേണ്ടിടത്ത് പറഞ്ഞോളാം. ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ സമൂഹത്തിൽ അറിയിക്കേണ്ട രീതിയിൽ, ഞങ്ങൾ കഴിയുന്ന രീതിയിൽ അറിയിക്കേണ്ട രീതിയിലൊക്കെ ബോർഡുകളായും നോട്ടീസുകളുമൊക്കെയായി പ്രദർശിപ്പിച്ചിട്ടും അറിയിച്ചിട്ടുമുള്ളതാണ്. എന്തായാലും ജൽപ്പനങ്ങളൊന്നും നിർത്തരുത് എന്നുള്ളൊരു അപേക്ഷയുള്ളൂ. കാരണം അത്തരം ജൽപ്പനങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരാൻ കരുത്തും ഇന്ധനവുമായി മാറും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. ഞങ്ങളുടെ കരുത്തെന്തെന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്ന ഇന്ത്യ മുന്നണി സഖ്യക്കാർക്ക് എല്ലാവിധ നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഇനിയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അവയുമൊക്കെയായി വീണ്ടും വരുമ്പോൾ സംവാദങ്ങൾ തുടരാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഞങ്ങളെ എതിർക്കൂ, ഞങ്ങൾ വളരട്ടെ, കരുത്താർജിക്കട്ടെ. സംയുക്ത മുദ്രാവാക്യ വിളി ഒന്ന് കേൾക്കാം. ആത്മാർപ്പണത്തിൻ്റെ മന്ത്രങ്ങൾ പാടി ജ്ഞാനവും ശക്തിയും ശീലവും നേടി പരം വൈഭവത്തിൻ്റെ ശിഖരങ്ങൾ തേടി പോകലാമീ പുണ്യപാതയിൽ കൂടി, പോകനാമീ പുണ്യപാതയിൽ കൂടി. ഉന്മേഷപൂർണമി ദുർഗമയാത്ര, വിജയാഭിലാഷത്തിൻ വിശ്വാസയാത്ര, ഭരതോർവിതൻ ഭവ്യദിഗ്ജയയാത്ര. ഇതു പൂർണ്ണ ജീവിത സാഫല്യയാത്ര, ഇതു പൂർണ്ണ ജീവിത സാഫല്യയാത്ര.